ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സർപ്രൈസ് നടന്നൊരു ദിവസമാണ്. കണ്ണു തുറന്നപ്പോൾ തൊട്ട് ഒരുപാട് ലെറ്റേഴ്സ് ആയിരുന്നു എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇന്നാണ് നമ്മുടെ ബേബി ഷവർ. ഒരു ബേബി ഷവറിന്റെ മണം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എനിക്ക് അടിച്ചിരുന്നു. പക്ഷെ എന്നാലും അത് ഇന്നാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയ ലെറ്റർ പ്രകാരം നമ്മളോട് വാർഡ്രോബിന്റെ അകത്തുനിന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹേയ്, ഇതായിരിക്കുന്നു നമുക്കിന്ന് ബേബി ഷവർ ഇടാനുള്ള ഡ്രസ്സ്. ഇന്ന് കണ്ണു തുറക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എത്ര എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചെറുതായി കരച്ചിൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ആനന്ദാശ്രമില്ലേ അത്. ടീഷർട്ടിന്റെ ഒന്നും ലെങ്ത് എനിക്കിപ്പോൾ തികയുന്നില്ല. ഏത് ടീഷർട്ടാണെങ്കിലും കുറച്ച് വയറെങ്കിലും പുറത്താ. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ബേബി ഷവറിന് വേണ്ടി 3 ഡ്രസ്സിന്റെ ഓപ്ഷനാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ഒപ്പം വളരെയധികം സ്നേഹത്തോടു കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിന്റെ നോട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ലെറ്ററിലെ അവസാനത്തെ ഇൻസ്ട്രക്ഷൻ വിഷ്ണുവിന്റെ ഓഫീസ് റൂമിലോട്ട് പോകാനാണ്. ഇത് അടുത്തൊരു ഡ്രസ്സിന്റെ പാക്കേജ് ആയിരുന്നേ. പക്ഷെ ഇതെനിക്കല്ല, ഇത് ഡാഡ് ടു ബിക്കാണ്. ഒരു ഓഫ് വൈറ്റ് ഷർട്ടും ഒരു വൈറ്റ് ഷർട്ടും. ഇതൊന്ന് ഇഷ്ടമുള്ളത് വിഷ്ണുവിന് ബേബി ഷവറിനിടാം. രസമുണ്ടല്ലേ? ഈ ലെറ്റർ ഹണ്ടിന്റെ ഇടയിൽ നമ്മൾ ഗർഭം മറക്കരുതല്ലോ. നല്ലോണം വിശക്കുന്നുണ്ട്. നമുക്കൊരു ചിക്കൻ റോളും ഒരു തണ്ണിമത്തന്റെ കുറച്ച് പീസസും കഴിക്കാം. വൈകുന്നേരം 3:30 ആകുമ്പോഴേക്ക് റെഡിയായി എത്താനാണ് ഉത്തരവ്. അതിനു മുന്നേ നമുക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കാം. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഇന്ന് കിട്ടിയ ഡ്രസ്സസിന്റെ എല്ലാം കളർ വെച്ച് നമ്മുടെ സമ്മർ ബേബിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ബേബി ഷവറിന്റെ തീം ഒരു സമ്മർ പാർട്ടി ആവാനാണ് സാധ്യത കൂടുതൽ. ഇന്ന് ഡ്രസ്സിന്റെ ഭംഗിയിലോ ഫിറ്റ്നസ്സിലോ ഒന്നുമല്ല കാര്യം. നമ്മുടെ ചുറ്റുമുള്ള ഈ ആൾക്കാർ നമുക്ക് വേണ്ടി എടുത്ത എഫേർട്ടിലാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇതൊന്നൊരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. ആവേശം മൂത്ത് വിഷ്ണു വാളിൽ ഹാങ് ചെയ്തിരുന്ന ഈ ഒരു യൂണിറ്റിന്റെ മുകളിലൊന്ന് ചാരിയതാ. ദേ കിടക്കുന്നു താഴെ. ഇന്ന് എന്തായാലും ഇതിന് സമയമില്ല, നമുക്ക് നാളെ നോക്കാം. ഇന്നിവിടെ നല്ല ചൂടുള്ള ദിവസമാണ്. നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലൊരു കുളി പാസ്സാക്കി റെഡി ആവാൻ തുടങ്ങാം. ബാക്കി എല്ലാ വിശേഷം കൂടെ ഈ ഒരു 1.5 മിനിറ്റിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം.